ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ ആയിട്ട് ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടോ? എന്താണ് എല്ലാവരും അവസ്ഥ? എന്താവല്ലേ? നമ്മളെ വയനാട്ടിലൊക്കെ അപകടമൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു മനോവിഷമത്തിലാണ് എല്ലാവരും നല്ല റാഹത്തിലാണെന്ന് വിചാരിക്കുന്നുണ്ട്. വെള്ളം കയറിയവരോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സുരക്ഷിത സ്ഥാനത്തേക്കൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടായി. ഫാമിലല്ല, വീട്ടിലാണ്. ബാക്ക് വശത്ത് ഒരു ഉയർന്ന ഒരു ചെരിഞ്ഞ പ്രദേശമാണ് നമ്മളത്. ബാക്ക് അടുക്കള ഭാഗത്ത് മേലക്കാണ് വലിയൊരു 3 പൊക്കത്തിലുള്ളൊരു മതിലുണ്ടായിരുന്നു. ആ മതിൽ അങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടിനുള്ളിൽ കിടക്കുകയാണ്. വീടിൻ്റെ അടുക്കള ഭാഗത്ത് കിടക്കുകയാണ്. ഇതുവരെ വീടിനൊന്നും വലിയ കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയിട്ടില്ല. ഓർക്കാണെങ്കിൽ ആ കല്ലിനെടുത്ത് മാറ്റാനും കഴിയും. അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കണം അപ്പോൾ ഫാമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരലുള്ളൂ. എല്ലാം കൊണ്ടും മനസ്സൊക്കൊരു സുഖമില്ല. ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അപ്പോൾ ഇന്ന് വന്നപ്പോൾ നമ്മൾ ഫാമിലെ വീഡിയോ ഒന്ന് എടുത്തതാണ്. ബായി എല്ലാവരും കറന്ന് കഴിഞ്ഞ് ലാസ്റ്റിക്ക് എത്തിയിട്ടുണ്ട്. നല്ല 2 കൈ കൊണ്ട് ഇങ്ങനെ കറന്നെടുക്കുകയാണ്. നമുക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും കഴിയൂല. ഇവരൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഈ പണിയൊക്കെ പഠിച്ചെടുക്കുമ്പോഴൊക്കെ വീട്ടിൽ തന്നെ എല്ലാവരും വീട്ടിലും 1-2 പശുക്കളൊക്കെ ഉണ്ടാകും. നമ്മളോടൊക്കെ ഇനി എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മളെ മക്കളൊന്നും നമുക്ക് എടുത്ത് നോക്കൂല. എൻ്റെതാണ് കേട്ടോ ഞാൻ പറയണത്. എൻ്റെ മോനൊന്നും പുതിയ ഫാം ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. കുട്ടികളൊന്നും കിട്ടൂല ഇനി ഇപ്പോഴത്തെ കുട്ടികളൊന്നും. നമ്മളൊക്കെ കിട്ടണുണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ ഇതൊക്കെ ഒരു മനസ്സൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പാക്ക് ഇങ്ങനെ ഫാമായിട്ടൊന്നും ഇട്ടില്ല. കച്ചവടത്തിന് ഇതിൻ്റെ ഒരു കച്ചവടമായിരുന്നു. കൊണ്ടുവരുന്ന പശുക്കൾ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കിട്ടും. അങ്ങനെ കണ്ടുള്ള പരിചയമുണ്ട്. അന്നൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവരെ ഇടയിക്കേണ്ട ആയത്തിൽ ഇറങ്ങിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതലുള്ളൊരു ഇഷ്ടം കൂടിയതൊക്കെ. നമ്മൾ ഫാമൊക്കെ വേറെ പശുക്കളൊന്നും ഇതുവരെ വാങ്ങിയിട്ടില്ല. അസുഖമൊക്കെ ഇങ്ങനെ സുഖമായി വരുന്നുള്ളൂ. പാലും കാര്യങ്ങളൊക്കെ മൊത്തം കുറവാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബായിക്കുള്ള ശമ്പളത്തിനുള്ളതും അവർക്കുള്ള തീറ്റക്കുള്ളതും മാത്രമേ കിട്ടുന്നുള്ളൂ. നമുക്ക് ചുറ്റതിങ്ങൊന്നും ഒന്നുമില്ല ഇപ്പോൾ. എന്നാലും നമുക്ക് ഓരോ നിർത്താഞ്ഞാൽ പറ്റില്ലല്ലോ. 2 പശുക്കൾ പാല് പറ്റ കഴിഞ്ഞു. നമ്മൾ ചേനയാണെന്ന് വിചാരിച്ച് നിൽക്കും. 4 മാസം തടിയൊക്കെ ഒന്നിങ്ങനെ ഉഷാറായിട്ട് വന്നു. അപ്പോൾ ചേന ആയിരിക്കും എന്ന് കരുതി. അപ്പോൾ ഡോക്ടർ വേറൊരാവശ്യത്തിന് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചേന നോക്കിയപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചേന ഇല്ല. പിന്നെ ആ അസുഖം വന്ന് പാലും അതുകൊണ്ട് വറ്റും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോരോ പ്രയാസത്തിലാണ്. ഓരോ കൊടുക്കാനൊരു വേദന. നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ അറവുശാലയ്ക്കാണ് പോവുക. പിന്നെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങുമ്പോൾ 78-ന് 80-നൊക്കെ വാങ്ങിയ പശുക്കളാണ്. പോലെ 20-25-ൻ്റെ മേലൊക്കെ ഒരു കാണൂല. അപ്പോൾ നമ്മൾ ഇത്ര കാലം നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട് കറവ് വറ്റുമ്പോൾ കൊടുക്കുക, അങ്ങനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ അത് നടക്കൂല. ഇനി എന്തായാലും ഒരു 3-4 പശുക്കളും കൂടി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളെ ഓണർ നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പശുക്കൾ എന്തായാലും വരില്ലേ, പ്രസവിച്ച് തന്നെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു എരുമനെയൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് മനസ്സിൽ കരുതുന്നത്. എന്തൊക്കെയാണ് ആവോ. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ചേന പിടിപ്പിച്ച് നിർത്താമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചേക്കണം. ഒന്നിന് മതി ലക്ഷണം കാണിച്ചപ്പോൾ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ഒന്നൊക്കെ നല്ല ഹെൽത്തിയായ പശുക്കളാണ്. അപ്പോൾ അവരെ കൊടുക്കാനും വേദനയാണ്. പിന്നെ നമുക്ക് അടുത്ത മാസം പ്രസവിക്കാനായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ അവസ്ഥയിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നുമില്ല. വീഡിയോ എടുക്കാനൊരു മനസ്സൊക്കൊരു സന്തോഷം വേണ്ടേ. വീടിൻ്റെ മേലെ കൂടെ ആണെങ്കിൽ അങ്ങനെ കിടക്കുക. അടുക്കള ഭാഗത്ത് വാതിലൊന്നും തുറക്കലേ ഇല്ല. നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾ കൂടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ മേലെ ഭാഗത്ത് വലിയ വീടാണ്. വീട് പറഞ്ഞാൽ താമസം തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ കല്ല് ഒന്നിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമ്മളെ വീടിൻ്റെ മേലേക്ക് ഓരോ വീടും കൂടി വരുമോ എന്നുള്ള അതൊരു പേടിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ രാത്രി ഏതെങ്കിലും കിടക്കാൻ തന്നെ പേടിയാണ്. പിന്നെ എത്ര ദിവസം വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരുടെ വീടുകൾക്ക് ഇങ്ങനെ പോകുന്നത്. ഇപ്പോൾ 2 ആഴ്ച ഇങ്ങനെ കഴിഞ്ഞ് പോകണം. അപ്പോൾ അങ്ങനത്തെ ഓരോരോ മൂടില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട എത്രയും പെട്ടെന്ന് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ ചുറ്റുപാടൊക്കെ ഒന്ന് ശരിയാവാൻ, വലിയ ദുരന്തങ്ങളൊന്നും ഇല്ലാതെ
ഒഴിവായി കിട്ടാനൊക്കെ പ്രാർത്ഥിക്കേണ്ടി. ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ നമ്മളെ വയനാട്ടിലത്തൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പേടിയാണ്. അങ്ങനത്തെ ഒരു ചെരിഞ്ഞ പ്രദേശം തന്നെയാണ് നമ്മളതൊക്കെ. നമ്മളെ സഹോദരങ്ങളാണ് ആ മണ്ണിനടിയിൽ കിടക്കുന്നത്. അള്ളാഹു അവർക്ക് ഖബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. അത്ര മാത്രമേ നമ്മളെ കൊണ്ട് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. അവരെ പിന്നെ ഫണ്ടിലേക്ക് നമ്മളെ കൊണ്ട് കഴിയണ വിധമൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. കടയിൽ വരുമ്പോൾ കടയിലൊക്കെ വന്നിരുന്നു, അതിൻ്റെ ഫണ്ടിക്ക് സംഭാവനയൊക്കെ വന്നിരുന്നു. അതിനൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവരും കൊടുക്കുക. ഞാനും കൊടുത്തിട്ടുണ്ട്. ഇനി വസ്ത്രമൊക്കെ ആയാലും നമ്മൾ കടയിൽ നിന്നൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മളെ സുഖമില്ലാത്ത പശു, പാല് വറ്റിപ്പോയ പശുവാണ് കറുപ്പൊക്കെ. പിന്നെ നമ്മളെ ഫാമക്ക് പാല് 20-30 ലിറ്റർ രാവിലെയൊക്കെ കൊണ്ടുപോയിരുന്ന ആളായിരുന്നു. ഓട്ടോയിൽ വന്നിട്ട് കാക്ക വന്ന് എടുത്ത് കൊണ്ടുപോകലായിരുന്നു. ഇങ്ങനെ വീട്ടിൽ ലോക്കൽ സെയിലിൽ കൊടുക്കാൻ. ഇപ്പോൾ നമുക്കതൊന്നുമില്ല. അതിന് ആകെ ഒരു 10 ലിറ്റർ മാത്രമേ കൊടുക്കലുള്ളൂ, പാലില്ലാത്ത കാരണം കൊണ്ട്. പിന്നെ നമ്മൾ കടകൾക്ക് കൊടുക്കുന്നത് നമ്മളെ കുറ്റി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒന്നാമത് മനസ്സൊക്കൊരു ടെൻഷനായി നിൽക്കുന്നത് പശുക്കളെ പാലും കാര്യമില്ലാതെ ഇങ്ങനെ കഴിയണം. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്.